ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ട്രാവൽ സ്റ്റോറി ബേക്കൺസ്ഫീൽഡ് എന്ന് പറഞ്ഞ ടാസ്മേനിയയിലുള്ള ഒരു ചെറിയ ടൗണിലേക്കുള്ള യാത്രയാണ്. അവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറഞ്ഞാൽ ബേക്കൺസ്ഫീൽഡ് മൈൻ ആൻഡ് ഹെറിറ്റേജ് സെൻ്ററാണ്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ട്രാവൽ സ്റ്റോറി. 2006 ബീക്കൺസ്ഫീൽഡ് മൈൻ കൊളാപ്സായിട്ട് 2 മൈനേഴ്സ് ഏതാണ്ട് 1 കിലോമീറ്റർ താഴ്ചയിൽ അകപ്പെട്ടു പോയി. 2 ആഴ്ചത്തെ ദൗത്യത്തിന് ശേഷം അവരെ രക്ഷിക്കാൻ സാധിച്ചു. പക്ഷെ അതിനുശേഷം ഈ ബേക്കൺസ്ഫീൽഡ് മൈൻ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഈ ബേക്കൺസ്ഫീൽഡ് മൈൻ ഒരു ഹെറിറ്റേജ് സെൻ്ററായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനോട് ചേർന്ന് തന്നെ വലിയൊരു സ്പേസിൽ ഏതാണ്ട് 10,000 മുകളിൽ കളക്ഷനോട് കൂടിയിട്ടുള്ളൊരു മ്യൂസിയം അവർ സ്റ്റാർട്ട് ചെയ്തു. രാവിലെ ഒരു 10 മണി ആയിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ മൈൻഡ് ഹെറിറ്റേജ് സെൻറ്ററിലെത്തി. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ കൗണ്ടറിൽ ഒരു അപ്പച്ചനായിരുന്നു. അപ്പച്ചനൊരു ബ്രൗഷർ എടുത്ത് വന്നിട്ട് അതിലെ ഡീറ്റെയിൽസും എതിലെയാണ് പോകേണ്ടത്, എന്തൊക്കെയാണ് ഇതിൻ്റെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അപ്പച്ചൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. $16 തോന്നുന്നു അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള എൻട്രി ഫീസ്. ഏതാണ്ട് നമ്മുടെ നാട്ടിലെ ഒരു 900 രൂപ വരുമായിരിക്കും. പിന്നെ അതിൻ്റെ അകത്തേക്ക് കയറുന്ന വഴിക്ക് 2 സൈഡിൽ ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ടുണ്ട്. ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള പഴയ കാലത്തിനെ സൂചിപ്പിക്കുന്ന ഒരുപാട് ഫോട്ടോഗ്രാഫ്സൊക്കെ വെച്ചിട്ടുണ്ട്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ഫ്ലോർ സ്പേസ് ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് തരത്തിലുള്ള പല ടെലിഫോണുകളാണ്. പല കാലഘട്ടത്തിൽ പല മോഡൽ ടെലിഫോണുകൾ നമുക്കവിടെ കാണാൻ സാധിക്കുമായിരുന്നു. ഇതിൽ 1-2 മോഡൽസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും പഴയ ടെലിഫോൺസിൻ്റെ കളക്ഷൻ ഞാൻ ആദ്യമായിട്ട് കാണുക. പിന്നെ പലതരത്തിലുള്ള ട്രാൻസ്മിറ്റേഴ്സും റേഡിയോസും അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ പണ്ട് ആശയവിനിമയത്തിന് യൂസ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള മെഷീനറീസ് എനിക്ക് ആദ്യമായിട്ട് ഇവിടെ പോയപ്പോഴാണ് കാണാൻ സാധിച്ചത്. ഒരു സൈഡിൽ കമ്മ്യൂണിക്കേഷൻ്റെ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ്റെ പലതരത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ തുടക്കത്തിലുള്ള പല മെഷീനറീസ് ആയിരുന്നെങ്കിൽ, ഒരു സൈഡിൽ പഴയ പോസ്റ്റ് ഓഫീസിനെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റാമ്പും കാര്യങ്ങളെല്ലാം ആയിട്ട് ഒരു പോസ്റ്റ് ഓഫീസ് റെപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങ് കുറച്ചങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്റ്റീം എൻജിൻസ് അവിടെ വെച്ചിട്ടുണ്ട്, ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് 1900 ശേഷമാണ് ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ കണ്ടുപിടിച്ചതും അല്ലെങ്കിൽ പോപ്പുലറായതും. അതിന് മുമ്പെല്ലാം ട്രാൻസ്പോർട്ടേഷനോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ പർപ്പസിനോ എല്ലാം തന്നെ സ്റ്റീം എൻജിൻസാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ നല്ലൊരു ശേഖരം അവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ വലിയ സ്റ്റീം എൻജിൻ്റെയൊക്കെ സൈഡിലായിട്ട് 1946 ബിൽഡ് ചെയ്തിട്ടുള്ളൊരു ചെറിയ ജോൺ ഡിയറിൻ്റെ ഒരു ട്രാക്ടറും ആ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മൈന്, അതായത് കൊളാപ്സ് ആയതിൻ്റെ കുറച്ച് ഇൻഫോർമേഷനും പിന്നെ മാനിക്യാനിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടുള്ള യൂണിഫോമിൻ്റെ കുറച്ച് വിഷ്വലൈസേഷനും പിന്നെ അന്ന് അവർ ട്രാപ്പായി കിടന്നിട്ടുണ്ടായിരുന്ന ഏരിയയുടെ ഒരു പ്രോട്ടോടൈപ്പും അങ്ങനെ അതെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്ന. പിന്നെ അതൊരു ഓഡിയോ അവർ പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം എവറി ഹാഫ് ആൻ അവറിൽ അത് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ മേലേക്ക് കയറി കഴിയുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രക്ക് ഞാൻ കണ്ടു. ഒരു പഴയ ട്രക്ക്, മാഞ്ചസ്റ്ററിൻ്റെ ഒരു പഴയ ട്രക്ക് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ മോട്ടോർ വാഹനങ്ങളൊക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയത് തോന്നി. ഇതൊരു ആപ്പിൾ ഗ്രേഡിംഗ് മെഷീനാണ്. ഇപ്പോഴൊക്കെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രേഡിംഗ് മെഷീൻസൊക്കെ ഉണ്ട്. പക്ഷെ പണ്ട് കാലത്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ആപ്പിളിൻ്റെ സൈസ് അനുസരിച്ച് തരംതിരിക്കാനുള്ള ഒരു മെഷീനാണ്. ഈ ടമർ വാലി ആപ്പിളിന് വളരെ പോപ്പുലറാണ്. പണ്ട് കാലം തൊട്ടേ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആപ്പിളാണ് ഈ ഭാഗത്ത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ഒരുപാടുണ്ടായിരുന്നു. അവിടെ നിന്ന് കൊണ്ടുവച്ച ഒരു മെഷീനാണത്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെയാണ് കടലും കാര്യങ്ങളും. അതുകൊണ്ട് പണ്ട് കാലത്ത് 1920-കളിലോ 30-കളിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചെറിയൊരു ഫിഷിംഗ് ബോട്ടാണിത്. പിന്നെ അതല്ലാതെ ഒരുപാട് ചെറിയ റെപ്ലിക്കേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ക്ലാസ് റൂമിൻ്റെ റെപ്ലിക്കയാണ്. അതിനോട് ചേർന്ന് തന്നെ ഷൂ നന്നാക്കണം കോബ്ലറിൻ്റെ ഒരു ഇതും ചെയ്ത് വെച്ചിട്ടുണ്ട്. റെപ്ലിക്ക എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇതെല്ലാം തന്നെ ഒറിജിനലാണ്. അതിൻ്റെ ഒരു ഡിസ്പ്ലേയും ഒരു കോബ്ലർ, ഒരു ചെറിയൊരു കട എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതിൻ്റെ ചെറിയൊരു റെപ്ലിക്ക ചെയ്ത് വെച്ചിരിക്കുന്നതാണ്.
ഇതൊരു പഴയ ഹോസ്പിറ്റലിലെ കളക്ഷനാണ്. എല്ലാത്തിനും ഏതാണ്ട് ഒരു 10-100 വർഷം അല്ലെങ്കിൽ 80-100 വർഷത്തോളം പഴക്കമുണ്ട്. ആ കാണുന്നത് അവിടെ പണ്ട് ഇവിടുത്തെ ലോക്കൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു നേഴ്സാണ്. പിന്നെ അവരുടെ ചരിത്രമെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം തന്നെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ചെറിയൊരു ക്ലിനിക്കിൻ്റെ പോലത്തെ ഒരു സെറ്റപ്പ്, പിന്നെ ഒരു വീട്ടിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെയൊക്കെ അതിൻ്റെ ഒറിജിനൽ സാധനം വെച്ചിട്ട് തന്നെ അതിൻ്റെ ഒരു റെപ്ലിക്ക ചെയ്ത് വെച്ചേക്കണേ. അതൊരു ഒരു വിഷ്വലൈസേഷന് വേണ്ടി വെച്ചേക്കണെയാണ്. പണ്ട് കാലങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രാമ് തൊട്ട് കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിപ്പാട്ടങ്ങൾ വരെ അതിലുണ്ടായിരുന്നു. അവരുടെ കോട്ട്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടോയ്സ്, അങ്ങനെ പലതരത്തിലുള്ള ഒരുപാട് വർഷം പഴക്കമുള്ള ഒരുപാട് കളക്റ്റബിൾസ് അവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ ഈ മ്യൂസിയത്തിൻ്റെ പുറത്തേക്കുള്ള വഴിയിലൂടെ അങ്ങ് പോവുകയാണെങ്കിൽ നേരെ നമ്മൾ ഈ മൈനിൻ്റെ ഓരോ ബിൽഡിങ്ങിലേക്ക് ചെല്ലും. പിന്നെ ഇതിൻ്റെ പുറത്ത് ഈ ഇതൊരു ഗോൾഡ് മൈൻ ആയിരുന്നു എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതൊരു ഗോൾഡ് മൈൻ ആയിരുന്നു, മൈനെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു ഗോൾഡ് മൈൻ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന വലിയ വലിയ മെഷീൻസും പിന്നെ ഈ മെയിനായിട്ടുള്ള ഈ മൈനിൻ്റെ എൻട്രി എല്ലാം ഈ പുറത്തു കൂടിയാണ് നമുക്ക് ആക്സസിബിൾ ചെയ്യാൻ പറ്റുക. അങ്ങോട്ട് പോകുന്നത് ഒരു രസമുള്ള വഴിയാണ്. ഇവിടെ ഒരു മാൻ കേവ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാൻ കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ആൾക്കാർ ഈ ഹണ്ടിങ്ങിനൊക്കെ പോകുമ്പോൾ അങ്ങനെ അവർക്ക് ഈ കാടിനകത്തായിട്ട് ചെറിയ വീടുകളൊക്കെ ഉണ്ടാവും. ചെറിയ വീടുകളുണ്ടാവും. അപ്പോൾ അതിൽ ശരിക്കും അവർക്ക് താമസിക്കാനുള്ളതും ചെറിയ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഫയർ പ്ലേസും പിന്നെ അതിനോട് ചേർന്ന് നല്ല കുക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വളരെ ചെറിയൊരു ചെറിയൊരു റൂമായിരിക്കും. അപ്പോൾ അതിനെ അങ്ങനെ അവരവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ മൈനിൻ്റെ പല ബിൽഡിങ്ങുകളും തന്നെ ഏതാണ്ട് നല്ല രീതിയിൽ കേടുപാടുകൾ വന്നിട്ടുണ്ട്. പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഇരുമ്പ് തൂണുകളെല്ലാം തന്നെ തുരുമ്പെടുത്തിരിക്കുന്നുണ്ട്. ഇത് മ്യൂസിയത്തോടും മൈനിനോടും ചേർന്ന് തന്നെയുള്ള വേറൊരു ബിൽഡിങ്ങാണ്. ഇവിടെ കൂടുതലായിട്ടും പണ്ട് ഈ ബേക്കൻസ്ഫീൽഡ് ടൗണിൽ, അതായത് ആദ്യകാലങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കണ്ടത് അത് ഈ ഫയർ ബ്രിഗേഡിൻ്റെ തന്നെ ഒരു ബെല്ലാണ്. പിന്നെ ഇത് തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു വലിയ ബിൽഡിങ്ങിൻ്റെ എൻട്രി വാതിലാണിത്. ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്ന ഒരു വാതിലാണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റീം എൻജിൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരുപാട് വലുതായതുകൊണ്ടാണ് അകത്ത് വെക്കാത്തത്. അപ്പോൾ ഒരു സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അവിടെയാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. തൊട്ടപ്പുറത്തെ റൂമിൽ ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ ഒരു യൂണിറ്റ് കണ്ടു. അതായത് നമ്മുടെ കൊല്ലൻ്റെ ആല പോലത്തെ, പിന്നെ ആ കാലങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഉപകരണങ്ങളും, പിന്നെ ഒരു കുതിരവണ്ടിയും അതിനോട് ചേർന്നിട്ടുള്ള ഉപകരണങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫ്യൂൽ സ്റ്റേഷൻ്റെ ഒരു റെപ്ലിക്ക എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു ഒറിജിനൽ യൂണിറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. കറൻ്റ്ലി വർക്കിംഗ് അല്ലായിരിക്കും, പക്ഷേ അതിൻ്റെ ഒറിജിനൽ യൂണിറ്റാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് ഒരു വാട്ടർ വീലാണ്. ഇത് നമുക്കത് പ്രവർത്തിപ്പിക്കാൻ പറ്റും. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മേലേന്ന് വെള്ളം വീഴുമ്പോൾ സാധാരണ ഏത് രീതിയിലാണോ പ്രവർത്തിക്കുന്നത് ആ രീതിയിൽ അത് പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കി. ഇപ്പോൾ വെള്ളം വീഴാൻ കുറച്ച് സമയം എടുക്കും. വെള്ളം വീണ് കഴിയുമ്പോഴത്തേനും ഇപ്പോൾ അത് വർക്ക് ചെയ്യുന്നത് കാണാം. ശരിക്കും ഈ വാട്ടർ വീല് ഒരുപാട് വർഷങ്ങൾക്കും, അതായത് പണ്ട് കാലങ്ങളിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ വെള്ളം ഒഴുകുന്ന അതിൻ്റെ ഒരു കൈനറ്റിക് എനർജി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല ഫോം ഓഫ് എനർജിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ മില്ലുകളിൽ, അതായത് വാട്ടർ മില്ലെന്ന് പറയും, നമ്മൾ ഈ അരി പൊടിപ്പിക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ പൊടിപ്പിക്കാനും, പിന്നെ ഈ പേപ്പർ ഉണ്ടാക്കാനും, അതായത് നമുക്ക് ക്രഷ് ചെയ്തിട്ട് പല സംഭവങ്ങൾ ക്രഷ് ചെയ്യാനും, ഇരുമ്പ് തൊട്ടിട്ട് പല ഫൈബർ വരെ ക്രഷ് ചെയ്യാനൊക്കെ പല രീതിയിലുള്ള പല ഇൻഡസ്ട്രികളിൽ പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക് മോട്ടോർ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഗ്യാസോലിൻ മോട്ടോഴ്സൊക്കെ വന്നതിന് ശേഷം ഇത് വളരെ കോമൺ അല്ല. എനിവേ, ഇതാണ് ഞാൻ പറഞ്ഞ മൈൻ, ഗോൾഡ് മൈൻ.
ഇത് കാണുമ്പോൾ ചെറിയൊരു യൂണിറ്റ് പോലെ തോന്നുമെങ്കിലും ഇതിൻ്റെ താഴത്തേക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങൾ നടക്കുന്നത്. ഈ താഴത്തേക്ക് ഈ കാണുന്ന മെഷീനൊക്കെ ഡിസ്മാൻഡിൽ ചെയ്ത് കൊണ്ടുപോയി പിന്നെ താഴെ എത്രയോ കിലോമീറ്റർ താഴ്ചയിൽ പോയി അത് സ്പൈറലായിട്ടാണ് പോയി ഈ മെഷീനൊക്കെ കൊണ്ട് അവിടെ ഈ കാണുന്ന പോലെ സ്പൈറലായിട്ട് അവർ ഈ റോഡ് വെച്ചേക്കുവാണ്. ഇങ്ങനെ ഇതിൽ കൂടെ പോയി ഈ പാരൽ ലൈൻ കാണുന്നതാണ് ഈ ഗോൾഡിൻ്റെ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഈ കാണുന്ന വലിയ മെഷീനൊക്കെ ആ രീതിയിലാണ് ഇത് ചെയ്തേക്കണേ. ഇതെല്ലാം ഡിസ്മാൻഡിൽ ചെയ്തിട്ട് താഴെ കൊണ്ടുപോയി അവർ അസംബിൾ ചെയ്ത് പിന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ ഈ പറഞ്ഞ ഇതിൻ്റെ ഓറെല്ലാം, അതായത് ഇതിൻ്റെ പാറപ്പൊടിയും കാര്യങ്ങളെല്ലാം എടുത്ത് മേലെ കൊണ്ടുവന്ന് പിന്നെ ഇത് ഇവിടുന്ന് ഈ മെഷീൻ വഴി നേരെ ട്രക്കിലേക്ക് പോകും. ട്രക്കിൽ അത് ലോഡ് ചെയ്ത് തൊട്ടടുത്തുള്ള ഇതിൻ്റെ പ്രോസസ്സിങ് സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടാണ് ഇത് വേർതിരിച്ചെടുക്കുന്നത്. എന്തായാലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ 2006 ഈ ഒരു ആക്സിഡൻറ്റിന് ശേഷം ഈ മൈന് പിന്നെ ഉപയോഗിച്ചിട്ടില്ല. ഇത് ഈ മൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെഷീനല്ല അത്. പക്ഷെ അത് ഒരു ഫാമിലി ഡൊണേറ്റ് ചെയ്താന്ന് പറഞ്ഞത്. പണ്ട് അത് അഗ്രികൾച്ചർ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റീം ട്രാക്ടറാണത്. ഈ മൈനിനോട് ചേർന്ന് തന്നെ വേറൊരു റൂമുണ്ട്. അവിടെയാണ് ഈ ഗോൾഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഓസ്ട്രേലിയൻ്റെയും പിന്നെ US, സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള മൈനിൽ നിന്ന് കൊണ്ടുവന്ന പാറ കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് ഈ ഗോൾഡ് അടങ്ങിയിട്ടുള്ള പാറ കഷ്ണങ്ങളാണ്. ഇത് പ്രോസസ്സ് ചെയ്ത് എടുത്തിട്ടാണ് ഗോൾഡ് തിരിച്ചെടുക്കുന്നത്. ഇത് ഓരോ സ്ഥലത്തെ ഇതിലും ഈ ഗോൾഡിൻ്റെ അംശം വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ റിസപ്ഷൻ ഏരിയയിലേക്ക് വന്നു. അവിടെ ഒരുപാട് കാറുകളും ട്രാക്ടേഴ്സൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇതിനെല്ലാം കുറച്ചധികം വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ വാങ്ങിയില്ല. ഇനി മെല്ലെ ബേക്കൻസ്ഫീൽഡ് ടൗണിലേക്ക് പോകണം. അവിടെ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് നേരെ തിരിച്ച് ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നിങ്ങൾ തന്ന സപ്പോർട്ടിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. പിന്നെ ഇനി 1-2 വീഡിയോസും കൂടി ടാസ്മേനിയയിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ പോവാണ്. നാട്ടിൽ പോകുന്നത് ബാലി വഴിയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യണം. അപ്പോൾ എനിവേ സ്റ്റേ സേഫ്. താങ്ക് യു.